തിരുവനന്തപുരം കിളിയൂരിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറവിലാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. ഇതോടെ ജലാശയങ്ങൾ ഉൾപ്പെടെ മലിനമാവുകയാണ്. മാലിന്യ പ്രശ്നം ഗ്രാമജീവിതം ദുരിതപൂർണമാക്കുകയാണ്. നഗരത്തിലെ ഹോട്ടൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിൽ തള്ളിയിട്ട് മുങ്ങുന്നത് പതിവായി. ഈ റോഡിലും തോട്ടിലുമായിട്ട് ഈ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് തീർത്തും നമ്മുടെ ഈ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുവാൻ ഇടയാകും. ഇത് വീണ്ടും ഒരു വിളപ്പിൽശാലയായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ റോഡും തോടും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി വേണ്ട ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുകയും നമ്മുടെ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ പഞ്ചായത്തും ബാക്കി അധികൃതരും വേണ്ട നടപടിയെടുക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പതിവായതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കിളിയൂർ പൊന്നിടിഞ്ഞാങ്കാവ് റോഡിൽ മാലിന്യം തള്ളി. വെള്ളം ഇല്ലാത്തവർ വന്ന് ഇഷ്ടം പോലെ കുളിക്കും, മാങ്ങ പിടിക്കും, പല്ല് തയ്ക്കും. അങ്ങനെ 2-3 വീട്ടുകാർക്ക് കിണറും ഇല്ല വെള്ളവും ഇല്ലാതെ അവർ ഇത് അലിയാണ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങ് താഴോട്ട് പോകണം. ഈ വെള്ളം ഉപയോഗിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, കുളിക്കുന്നവരും ധാരാളം ഉണ്ട്. ഇവിടെയാണ് മാലിന്യങ്ങൾ കൊണ്ട് കുറേ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോടിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ഇവിടെ ഈ ഏരിയയിലുള്ള മാത്രമല്ല, ഈ വെള്ളം ഒഴുകി പോകുന്ന എല്ലാവർക്കും പകർച്ചവ്യാധി ഉണ്ടാകും. കാരണം ഇപ്പോൾ പകർച്ചവ്യാധിയുടെ കാലമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാലിന്യം മാറ്റി തന്നേ പറ്റുള്ളൂ. നമ്മുടെ ഈ ജലസ്രോതസ്സിനെയും സംരക്ഷിക്കണം നമുക്ക്. തോടിന് സമീപം 30 അടി താഴ്ചയിലാണ് മാലിന്യം തള്ളിയത്. ഇതോടെ ജലസ്രോതസ്സും മലിനമായി. മാലിന്യ ചാക്കുകളിൽ നിന്നും ലഭിച്ച അഡ്രസ് തിരുവനന്തപുരം നഗരത്തിലുള്ള പല സ്ഥാപനങ്ങളുടേതുമാണെന്ന് കണ്ടെത്തി. മുമ്പേ കൊണ്ടിടുമായിരുന്നു കുറേയൊക്കെ വേസ്റ്റ്. അപ്പോൾ ഇത്രത്തോളം ഇല്ലായിരുന്നു, കുറേശ്ശെ വേസ്റ്റുകളൊക്കെ അപ്പോഴും കൊണ്ടിടുമായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നിറച്ചായത് കാരണം ഇപ്പം നല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുമായിട്ട് ഇവിടെ മൊത്തം കുറേ പിള്ളേർക്കെല്ലാം ആസ്മ രോഗങ്ങളൊക്കെ ഉള്ളതാണ്. വലിയവർക്കും അങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് അല്ലാതെ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഈ റോഡ് സൈഡിലിരിക്കുന്നൊക്കെ ഉണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് തലങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുമ്പോൾ നഗരമാലിന്യങ്ങൾ വൻതോതിൽ ഇവിടെ തള്ളി മുങ്ങുന്നത് കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 പാറശാല.